ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 1, വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റിൻ്റെ തിരുനാൾ. അയർലൻഡിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒലിവർ പ്ലങ്കറ്റ് ഫാദർ പാട്രിക്കിൻ്റെ കീഴിൽ ലത്തീനും ഗ്രീക്കും പഠിച്ചു. ഐറിക് ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിരന്തരം ആഹ്വാനം നൽകിയിരുന്ന ഫാദർ പീറ്റർ സ്ക്രാംബിയോടുകൂടെ റോമായും ബെൽജിയവും സന്ദർശിച്ചു. റോമായിൽ വെച്ച് വീണ്ടും ലത്തീൻ പഠിച്ചു. 8 കൊല്ലത്തെ ദൈവശാസ്ത്ര പഠനത്തിനു ശേഷം 1654 വൈദിക പട്ടം സ്വീകരിച്ചു. പ്രൊപ്പഗാന്ധ കോളേജിൽ സന്മാർഗ ദൈവശാസ്ത്രവും പഠിച്ചു. 1669 ഒലിവർ പ്ലങ്കറ്റ് ആർമാഗ് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിക്കപ്പെടുകയും നവംബർ 30 ബെൽജിയത്തിൽ വെച്ച് അഭിഷിക്തനാവുകയും ചെയ്തു. 1670 അതിരൂപതാ ഭരണം ഏറ്റെടുത്തു. ജൂൺ മാസത്തിൽ ഐറിഷ് മെത്രാന്മാരുടെ സമ്മേളനം ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിൻ്റെ അധ്യക്ഷതയിൽ ഡബ്ലിനിൽ നടന്നു. 1672 ആർതർ കാപ്പൻ വൈസ്രോയിയായി. സഭാമർദ്ദനം വീണ്ടും ആരംഭിച്ചു. സ്കൂളുകളെല്ലാം അടച്ചു. മെത്രാന്മാർ അരമനകൾ ഉപേക്ഷിച്ച് രഹസ്യ ജീവിതം ആരംഭിച്ചു. അവർക്ക് ദിവ്യകർമ്മങ്ങൾ പരസ്യമായി നടത്താൻ പാടില്ലായിരുന്നു. 1678 ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു വിപ്ലവത്തോടെ ഐറിഷ് മർദ്ദനത്തിന് മൂർച്ച കൂടി. 1673 ഡബ്ലിൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡാൽബ്ലട്ടും മീത്തിലെ ബിഷപ്പ് പാട്രിക് പ്ലങ്കറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 70,000 ഫ്രഞ്ച് യോദ്ധാക്കളെ വരുത്തി സ്വാതന്ത്ര്യ സമരം നടത്താൻ പോയതാണെന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിനെ വധിക്കാൻ തീരുമാനമുണ്ടായി. 50-ാം സങ്കീർത്തനം ചൊല്ലി ആർച്ച് ബിഷപ്പ് മരണം കൈവരിച്ചു. 1975 6-ാം പൗലോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.